ഇന്നലെ വൈകിട്ടാണ് സംഭവം. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലായിരുന്നു കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ ഫൈനൽ മത്സരം നടന്നത്. മത്സരം നടന്നതും അതിന്റെ വിജയികൾ സമ്മാന വിതരണം അപ്പോൾ തന്നെ നടത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതേ ചൊല്ലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഫുട്ബോൾ കളിക്കാരും അവരുടെ കളി കാണാൻ എത്തിയവരും തമ്മിൽ തർക്കമുണ്ടായത്. കേരളോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുട്ബോൾ മത്സരമായിരുന്നു. ഈ സ്ട്രൈക്കേഴ്സാണ് വിന്നറായത്. അപ്പോൾ അവർക്ക് പ്രൈസ് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അനൗൺസ് ചെയ്തു, നാളെയാണ് നമ്മൾ മത്സരങ്ങൾക്കുള്ള പ്രൈസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എപ്പോഴാണ് ഈ സമ്മാനദാനം, അത് എത്ര ടീമുകളുണ്ട് എന്നൊന്നും ഇപ്പം ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പം രണ്ട് ടീമുകൾ തമ്മിൽ മത്സരമാണെങ്കിൽ അപ്പം തന്നെ സമ്മാനം കൊടുക്കണം. അതല്ല, ഇനി ഒരുപാട് ടീമുകളുണ്ട് ഇങ്ങനെ ഫൈനലായിട്ട് അവസാനം കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ തർക്കം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാകാനാണ് സാധ്യത. പിന്നെ അത് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചത്. അപ്പോൾ തന്നെ പ്രൈസ് കൊടുക്കണം, ജയിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രൈസ് കൊടുക്കണം. ഇത് ഒരുപാട് ടീമുകളുണ്ടോ എന്ന് എനിക്ക് ഇതിനകത്ത് വ്യക്തമല്ല. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇവർക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്നുണ്ട്. വലിയ നല്ല കയ്യൂക്ക് ആരോഗ്യമുള്ള ആൾക്കാർ കിടന്ന് അടി കൂടുമ്പോൾ ആ ഇടയിൽ പോയി പിടിച്ചു മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾ മാറി നിന്ന് വേറെ ആളുകളൊന്ന് പിടിച്ചു മാറ്റിക്കോളും. ഈ പ്രസിഡന്റ് പോയി കയറിയിരുന്നു, അവരുടെ ഇടയിൽ കയറി കഴിഞ്ഞാൽ നല്ല മർദ്ദനം കിട്ടും. കാരണം അവന്മാർ നല്ല പോലീസ് ട്രെയിനിങ്, നല്ല സൈസുള്ള ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് വിഷയത്തിൽ പറയാനുള്ളത്, പ്രൈസ് ഒരുപാട് ടീമുകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫൈനൽ കളിച്ച് അറിയാലോ, അവസാനം വന്ന് സമ്മാനം കൊടുക്കും. അന്നൊരു ദിവസമാണെങ്കിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രൈസ് അപ്പം തന്നെ കൊടുക്കും. നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത്. അപ്പം ആരുടെ അതൊന്നും പറയുന്നില്ല.